താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് കുറച്ചേറെ വീടുകളുണ്ട്. അവിടെ ഈ കർണാടക കൂടുതലും ഹിന്ദുക്കളുള്ള സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ വീടുകൾ വഴി ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ അവർ ചോദിച്ചത് എന്താ? ഞാൻ പറഞ്ഞു കൃപാസന പത്രമാണ്, ഞങ്ങളുടെ ദൈവത്തിൻ്റെ പള്ളിയിലെ ഒരു പത്രമാണ്, ഞാൻ അവിടെ പോയപ്പോൾ മേടിച്ചു തന്നാൽ നിങ്ങൾ വായിച്ച് സംശയം ചോദിക്കാൻ പറഞ്ഞ് അവർ കൊടുത്തു. കുറച്ച് വീടുകൾ കയറിയപ്പോഴത്തേക്ക് എൻ്റെ മുതലാളി എന്നെ വിളിച്ചു, നീ അവിടെ എന്തെടുക്കുവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ പത്രം കൊടുക്കുമെന്ന് പറഞ്ഞു. ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോരുത് തൊട്ടെന്ന് പറഞ്ഞു. ഞാൻ എന്തിയെന്ന് ചോദിച്ചു. അവിടെ BJP-കാരൊക്കെയാണ്, അവർ പ്രശ്നം ഉണ്ടാക്കും. പണ്ട് ബന്ധുക്കൂസുകാർ അതിൽ കൊണ്ടുവന്ന് ലേഖ കൊടുത്തതിന് അവരെ ഞങ്ങൾ കൂടി വളഞ്ഞു വെച്ച് തല്ലിയതാണ്, തല്ലുമേടിക്കുള്ള പണി നോക്കൽ തൊട്ടെന്ന് പറഞ്ഞു. ആ ശരി ചേട്ടാന്ന് പറഞ്ഞ് ഞാൻ പോന്നു. ഞാൻ എന്നിട്ട് വീണ്ടും റൂമിൽ വന്നപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ വീണ്ടും പത്രം എടുത്തുകൊണ്ട് വീണ്ടും പോയി. അപ്പം എൻ്റെ അടുത്തുള്ളൊരു കടച്ചിലെ ചേച്ചിയാണ് വിളിച്ച് എൻ്റെ മുതലാളി പറയുന്നത് ഇങ്ങനെ പിന്നെയും പുള്ളി പത്രമായിട്ട് പോയിട്ടുണ്ടോ. അപ്പോൾ പുള്ളി വീണ്ടും വിളിച്ചു, എന്നോട് ചോദിച്ചു ആവശ്യമില്ലാത്ത പണി കാണിക്കുന്നത് എന്നോട് ഞാൻ പറഞ്ഞു, കൈയും കാലം തല്ലി ഒഴിച്ചിടും, റബ്ബർ പണിയൊന്നും നടക്കൽ കൊട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവത്തിന് വേണ്ടി പീഡ സഹിക്കാൻ ഞാൻ തയ്യാറാണ്, അങ്ങനെ എനിക്ക് പീഡ സഹിക്കാൻ ഇഷ്ടമാണ്, ഞാൻ സന്തോഷിക്കും, അതുകൊണ്ട് എന്നെ അവർ കൊല്ലുമൊന്നുമില്ലല്ലോ, കൊന്നാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ പത്രം കൊടുക്കുന്നു പറഞ്ഞു. ആ 200 പത്രവും ഞാൻ 200 വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു. ആരോട് ഒരു പയ്യൻ മാത്രം വന്നോട് ചോദിച്ചു എന്നാ ചേട്ടാ സംഭവം എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നതാണ് സംഭവം. അപ്പം അവരങ്ങ് പോയി, അവരൊന്നും പ്രതികരിച്ചില്ല.